ഹായ്, ഇന്ന് ലക്ഷ്യയുടെ എന്താണ് നമുക്ക് റിവിഷൻ ഡേ ആണല്ലേ. എല്ലാവരും ഇന്ന് ഞാൻ പ്രത്യേക പോസ്റ്റൊന്നും ഇട്ടിട്ടില്ല. എന്താ റിവിഷൻ ചെയ്യുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കറണ്ട് അഫയേഴ്സ് എന്താ ചെയ്യുക, നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. നമ്മൾ എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കറണ്ട് അഫയേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് വായിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ കൂടുന്നവർക്ക് എന്ത് ചെയ്യാം, എൻ്റെ കൂടെ പഠിച്ചു പോവുക കേട്ടോ. നോക്കാം നമുക്ക്. ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനമാണ് ഡിസംബർ 2 എന്ന് പറയുന്നത് അല്ലേ. ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനമാണ് ഡിസംബർ 2. 2025 ഡിസംബറിൽ രാജിവെച്ച ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിൻ്റെ പരിശീലകനാണ് ഹരേന്ദ്ര സിംഗ് എന്ന് പറയുന്നത്. പയ്യന്നൂർ സൽക്കാല പീഠത്തിൻ്റെ സത് കലാരത്ന പുരസ്കാരത്തിന് അർഹയായത് കവിത കൃഷ്ണമൂർത്തിയാണ്. പയ്യന്നൂർ സത് കലാപീഠത്തിൻ്റെ സത് കലാരത്ന പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? കവിത കൃഷ്ണമൂർത്തി. പാൻ മസാലയ്ക്ക് ആരോഗ്യ സുരക്ഷ സെസ് ഏർപ്പെടുത്തുന്നതിനുള്ള ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമനാണ്. റിസർവ് ബാങ്കിന്റെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ഉഷ ജാനകി രാമൻ. യുദ്ധവിമാന പൈലറ്റുമാരുടെ സുരക്ഷ ഒരുക്കാനുള്ള റെയിൽ ട്രാക്ക് റോക്കറ്റ് സ്ലൈഡ് ഒരുക്കാനുള്ള പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ രാജ്യമാണ് ഇന്ത്യ. മരണാനന്തരമുള്ള അവയവദാനം പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതിയാണ് കേസോട്ടോ എന്ന് പറയുന്നത്. മരണാനന്തരമുള്ള അവയവദാനം പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതിയാണ് കേസോട്ടോ. 2025 ഡിസംബറിൽ 54ാമത് ദേശീയ ദിനം ആഘോഷിച്ച രാജ്യമാണ് UAE. 2025 ഡിസംബറിൽ എത്രാമത്തെ, 54ാമത്തെ ദേശീയ ദിനം ആഘോഷിച്ച രാജ്യം ഏതാണ്? അത് UAE ആണ്. LICയുടെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് രാമകൃഷ്ണൻ ചന്ദ്രനാണ്. LICയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് നിയമിതനായത് ആരാ? രാമകൃഷ്ണൻ ചന്ദർ. ഏതിൻ്റെ? LICയുടെ അല്ലേ. ഓക്കെ. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് വാട്ടർ പോസിറ്റീവ് പദവി ലഭിച്ച വിമാനത്താവളം ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്. എവിടെ? ഡൽഹിയിലാണ് അല്ലേ. ദേശീയപാതകളിലെ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി മൊബൈൽ വഴി അപായ മുന്നറിയിപ്പുകൾ നൽകാൻ ദേശീയപാത അതോറിറ്റി ആദ്യഘട്ടത്തിൽ കരാറിലെത്തിയ ടെലികോം കമ്പനി റിലയൻസ് ജിയോ ആണ് അല്ലേ. എന്താണ്? ദേശീയപാതകളിലെ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ട് മൊബൈൽ വഴി അപായ മുന്നറിയിപ്പുകൾ നൽകാൻ ദേശീയപാത അതോറിറ്റി ആദ്യഘട്ടത്തിൽ കരാറിലെത്തിയ ടെലികോം കമ്പനി റിലയൻസ് ജിയോ. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരമാണ് വൈഭവ് സൂര്യവംശി. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരം ആരാണ്? വൈഭവ് സൂര്യവംശി. ഓക്കെ. പിന്നെന്താണ്? പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾക്കൊള്ളുന്ന പുതിയ സമുച്ചയമാണ് സേവാ തീർത്ത് എന്ന് പറയുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾക്കൊള്ളുന്ന പുതിയ സമുച്ചയമാണ് സേവാ തീർത്ത് എന്ന് പറയുന്നത്. ഓക്കെ. ഇന്ത്യ 2025-2029 കാലയളവിലേക്ക് ഏത് അന്താരാഷ്ട്ര സമിതിയിലേക്കാണ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്? യുനെസ്കോ എക്സിക്യൂട്ടീവ് ബോർഡിലെ 15ാമത് അന്താരാഷ്ട്ര സാൻഡ് ആർട്ട് ഫെസ്റ്റിവലിൻ്റെ വേദി ചന്ദ്രഭാഗ ബീച്ച്. ഈ ചന്ദ്രഭാഗ ബീച്ച് എവിടെയാണ്? ഒഡീഷയാണ്. ഒഡീഷ. ഓക്കെ. പിന്നെന്താണ്? 2025 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത എഴുത്തുകാരി ബി സരസ്വതി. അപ്പോൾ ബി സരസ്വതി എന്താണ്? പ്രശസ്ത എഴുത്തുകാരിയാണ് അല്ലേ. 2025 ഡിസംബറിൽ അന്തരിച്ചു. ഓക്കെ. ഡിസംബർ 3 പ്രത്യേകത എന്താണ്? ആഗോള ഭിന്നശേഷി ദിനമാണ് അല്ലേ. അതിൻ്റെ തീം എന്ന് പറയുന്നത് സാമൂഹിക പുരോഗതിക്കായി ഭിന്നശേഷിയെ ഉൾക്കൊള്ളുന്ന സമൂഹങ്ങളെ പരിപോഷിപ്പിക്കുക. അടുത്ത് കമ്മീഷൻ ചെയ്യാൻ ഒരുങ്ങുന്ന ഇന്ത്യയുടെ തദ്ദേശീയമായി നിർമ്മിച്ച 3ാമത്തെ ആണവ അന്തർവാഹിനിയാണ് ഏതെന്ന് പറയുന്നത്? അരിതമാൻ എന്ന് പറയുന്നത്. ഓക്കെ. എത്രാമത്തെയാണ്? 3ാമത്തെയാണ് കേട്ടോ. നാസയുടെ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ഭൂമിയിൽ നിന്ന് 1200 കോടി പ്രകാശ വർഷം അകലെയുള്ള സർപ്പിളാകൃതിയിലുള്ള കൂറ്റൻ താരാപഥത്തിന് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ നൽകിയ പേരാണ് അളകനന്ദ. എന്താണ്? നാസയുടെ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ഭൂമിയിൽ നിന്ന് 1200 കോടി പ്രകാശ വർഷം അകലെയുള്ള സർപ്പിളാകൃതിയിലുള്ള കൂറ്റൻ താരാപഥം, ഇതിന് ശാസ്ത്രജ്ഞർ നൽകിയ പേര് അളകനന്ദ. ചൊവ്വയിൽ പണ്ട് ജലസാന്നിധ്യം ഉണ്ടായിരുന്നു എന്നതിന് തെളിവായി അടുത്തിടെ ഗവേഷകർ വിശദമായ ഭൂപടം തയ്യാറാക്കിയ പുരാതന നദീതട വ്യവസ്ഥയാണ് എന്ത്? പരാന വാലസ് എന്ന് പറയുന്നത്. പരാന വാലസ് എവിടെയാണ്? ചൊവ്വയിൽ കേട്ടോ. അങ്ങനെ ഡൽഹി പോലീസും നാഷണൽ ക്രൈം ബ്യൂറോയും സംഘടിതമായി നടത്തിയ മയക്കുമരുന്ന് കടത്തിനെതിരെയുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ക്രിസ്റ്റൽ ഫോർട്രസ്.
ഡൽഹി പോലീസും നാഷണൽ ക്രൈം ബ്യൂറോയും സംഘടിതമായി നടത്തിയ മയക്കുമരുന്ന് കടത്തിനെതിരെയുള്ള ഓപ്പറേഷൻ എന്താണ്? ക്രിസ്റ്റൽ ഫോർട്രസ് ആണ്. ശിവഗിരി മഠത്തിൻ്റെ ശതാബ്ദിയുടെ ഭാഗമായി മഹാസമ്മേളനം നടന്നത് മംഗലാപുരം. ശിവഗിരി മഠത്തിൻ്റെ ശതാബ്ദിയുടെ ഭാഗമായിട്ട് മഹാസമ്മേളനം നടന്നത് മംഗലാപുരമാണ്. 2025 ഡിസംബറിൽ ഇന്ത്യ റഷ്യ ഉച്ചകോടി വേദി ഇന്ത്യയാണ്. 2025 ഡിസംബറിൽ ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ പേസറാണ് മോഹിത് ശർമ്മ കേട്ടോ. മോഹിത് ശർമ്മയാണ് 2025 ഡിസംബറിൽ ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ പേസർ എന്ന് പറയുന്നത്. 2025 ഡിസംബറിൽ 175 വർഷത്തിന് ശേഷം വയനാട് വനമേഖലയിൽ നിന്നും കണ്ടെത്തിയ വംശനാശം സംഭവിച്ചെന്ന് കരുതിയ അപൂർവ പരാത സസ്യമാണ് ഏത്? കാമ്പല്ലിയ ഓറന്റിയാക്ക അല്ലേ? കാമ്പല്ലിയ ഓറന്റിയാക്ക അപ്പം എന്താണ്? ഒരു പരാത സസ്യമാണ് അല്ലേ? കാമ്പല്ലിയ ഓറന്റിയാക്ക. ഓക്കെ, പിന്നെ ഇതിൻ്റെ ക്ലാസ് ഞാൻ വ്യക്തമായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ റിവിഷൻ ചെയ്യുമ്പോൾ നിങ്ങളും കൂടെ എൻ്റെ കൂടെ കൂടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, ജസ്റ്റ് റിവിഷൻ വേണ്ടിയിട്ട്. അത് കൃത്യമായിട്ടൊന്നും എന്ത് ചെയ്യുന്നില്ല, നമ്മളിങ്ങനെ വായിച്ചു പോകുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ 175 വർഷത്തിന് ശേഷം അല്ലേ വയനാട് വനമേഖലയിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള വംശനാശം സംഭവിച്ചെന്ന് കരുതിയ അപൂർവ പരാത സസ്യമാണ്. ആ ഫോട്ടോ ഒക്കെ കണ്ടല്ലോ, കാമ്പല്ലിയ ഓറന്റിയാക്ക. ബീഹാർ നിയമസഭാ സ്പീക്കറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് പ്രേംകുമാറാണ്. 2025 ഡിസംബറിൽ അന്തരിച്ച മുൻ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബാറ്റർ റോബിൻ സ്മിത്ത് ആണ് കേട്ടോ. റോബിൻ സ്മിത്ത് ആണ് മുൻ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബാറ്റർ എന്ന് പറയുന്നത്. 2025 ഡിസംബറിൽ അന്തരിച്ച മുൻ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബാറ്റർ ആരാണ്? റോബിൻ സ്മിത്ത്. 2025 ഡിസംബറിൽ തമിഴ്നാട്ടിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ച ഉൽപ്പന്നങ്ങൾ. ഈ ഉൽപ്പന്നങ്ങളൊക്കെ ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? എന്താണ്? ഡിസംബറിൽ തമിഴ്നാട്ടിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ച ഉൽപ്പന്നങ്ങളാണ് ഏതൊക്കെ? വരയൂർ കോട്ടൺ സാരി. അപ്പോൾ വരയൂർ കോട്ടൺ സാരി, അംബാസമുദ്രം കളിപ്പാട്ടം, പിന്നെ കാവിന്തപ്പാടി നാട്ടുശർക്കര, നാമക്കൽ മക്കൾ പാത്രങ്ങൾ, തൂയമല്ലി അരി. വരയൂർ കോട്ടൺ സാരി കേട്ടോ. ഇതൊക്കെ എന്താണ്? ഭൗമസൂചിക പദവി ലഭിച്ച ഉൽപ്പന്നങ്ങളാണ്. എവിടുന്ന്? തമിഴ്നാട്ടിൽ നിന്ന്. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കി നോക്കാം കേട്ടോ. ഡിസംബർ 4 പ്രത്യേകത എന്തായിരുന്നു? ഇന്ത്യൻ നാവികസേനാ ദിനം അല്ലേ? അതിൻ്റെ തീം എന്താ നമ്മൾ പറഞ്ഞിരുന്നേ? കോമ്പാറ്റ് റെഡി, കൊഹിസീവ്, സെൽഫ് റിലയൻറ്റ്. ലോക വന്യജീവി സംരക്ഷണ ദിനം എന്ന ഡിസംബർ 4 അല്ലേ? ഡിസംബർ 4 എന്തെന്ന് പറയുന്നത്? ഇന്ത്യൻ നാവികസേനാ ദിനവും ലോക വന്യജീവി സംരക്ഷണ ദിനവും. ഓക്കെ, നാവികസേനാ ദിനം, അതുപോലെ ലോക വന്യജീവി സംരക്ഷണ ദിനം. ഡിസംബറിൽ രാജിവെച്ച പ്രസാർ ഭാരതി ചെയർമാനാണ് നവനീത് കുമാർ സെഹ്ഗാൾ എന്ന് പറയുന്നത് കേട്ടോ. 2025 ഡിസംബറിൽ രാജിവെച്ച പ്രസാർ ഭാരതി ചെയർമാനാണ് നവനീത് കുമാർ സെഹ്ഗാൾ എന്ന് പറയുന്നത്. നവനീത് കുമാർ സെഹ്ഗാൾ. ഇനി ഇന്ത്യൻ നാവികസേനയുടെ പുതിയ യുദ്ധക്കപ്പൽ ഏതാണ്? INS താരഗിരി അല്ലേ? രാജസ്ഥാനിൽ നടന്ന ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൽ പുരുഷ വിഭാഗം ഫുട്ബോൾ കിരീടം നേടിയത് കാലിക്കറ്റ് സർവകലാശാല. ഓക്കെ, രാജസ്ഥാനിൽ നടന്ന ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൽ എവിടെ നടന്നത്? രാജസ്ഥാനിൽ അല്ലേ? അതിലെ പുരുഷ വിഭാഗം ഫുട്ബോൾ കിരീടം നേടിയത് കാലിക്കറ്റ് സർവകലാശാലയാണ്. ഞാറക്കൽ അരയ വംശോദ്ധാരണി സഭയുടെ ഗാന കലാനിധി പുരസ്കാരത്തിന് അർഹനായത് ആരാ? കൈതപ്പുറം അല്ലേ? കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയാണ്. അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ. ഇത് കണ്ടോ? 2025 ഹരിവരാസനം പുരസ്കാരം ഗാനരചയിതാവ് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്കാണ് ലഭിച്ചിട്ടുള്ളത്. അത് ഓർക്കുന്നുണ്ടോ? അപ്പം ഞാറക്കൽ അരയ വംശോദ്ധാരണി സഭയുടെ ഗാന കലാനിധി പുരസ്കാരത്തിന് അതും ലഭിച്ചിട്ടുണ്ട്. ആർക്ക്? കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്ക് ലഭിച്ചിട്ടുണ്ട്. ജപ്പാനിലെ ക്യാച്ച് ഫ്രൈസ് അവാർഡ് ലഭിച്ചത് സനായെ തക്കൈച്ചിക്കാണ്. ജപ്പാനിലെ ക്യാച്ച് ഫ്രൈസ് അവാർഡ്.
വർക്ക് ഉണ്ടല്ലോ 5 വർക്ക് അല്ലേ എന്ന പ്രതിജ്ഞയാണ് ഈ വർഷം തിരഞ്ഞെടുക്കപ്പെട്ടത്. ഫ്രഞ്ച് സർക്കാരിൻ്റെ സിവിലിയൻ ബഹുമതിയായ നൈറ്റ് ഓഫ് ദി ഓർഡർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് പുരസ്കാരം ലഭിച്ചത് രവി DC-ക്കാണ്. T20 ക്രിക്കറ്റിൽ 600 വിക്കറ്റ് നേടുന്ന ഇതിൻ്റെ എക്സാം എപ്പോഴാണ് രാത്രി ഉണ്ടാവും കേട്ടോ. ഇന്ന് രാത്രി ലിങ്ക് ഓപ്പൺ ആവും, അങ്ങനെയാണ് ഉണ്ടാവാറ്. പിന്നെ നാളെ വൈകുന്നേരം വരെ എക്സാം ചെയ്യാനുള്ള ഇതുണ്ട്, സമയമുണ്ട്. ഓക്കെ, ഇനി T20 ക്രിക്കറ്റിൽ 600 വിക്കറ്റ് നേടുന്ന ആദ്യ താരം ആരാണ്? സുനിൽ നരേനാണ്. സുനിൽ നരേൻ T20 ക്രിക്കറ്റിൽ 600 വിക്കറ്റ് കേട്ടോ നേടുന്ന ആദ്യ താരമാണ് സുനിൽ നരേൻ എന്ന് പറയുന്നത്. വെസ്റ്റ് ഇൻഡീസ് താരമാണ് ഈ സുനിൽ നരേൻ എന്ന് പറയുന്നത്. പാകിസ്ഥാന്റെ ആദ്യ സംയുക്ത പ്രതിരോധ സേനാ മേധാവിയാണ് അസീം മുനീർ. പാകിസ്ഥാന്റെ ആദ്യ സംയുക്ത പ്രതിരോധ സേനാ മേധാവി അസീം മുനീറാണ്. നിലവിലെ റിസർവ് ബാങ്കിൻ്റെ പുതിയ റിപ്പോ നിരക്ക്, ഇത് ഞാൻ എന്ത് ചെയ്യാൻ പറഞ്ഞിരുന്നു, നോട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു കേട്ടോ. നമുക്ക് എക്കണോമിക്സിൽ വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നിലവിലെ റിസർവ് ബാങ്കിൻ്റെ പുതിയ റിപ്പോ നിരക്ക് 5.25%. 2025 ഡിസംബറിൽ അന്തരിച്ച മിസോറാം മുൻ ഗവർണർ സ്വരാജ് കൗശലാണ്. അപ്പോൾ സ്വരാജ് കൗശൽ ഏത് ഗവർണറായിരുന്നു, എവിടുത്തെ ഗവർണറായിരുന്നു എന്ന് ചോദിച്ചാൽ മിസോറാം. ഡ്രോണുകൾ, ഹൈപ്പർസോണിക് മിസൈലുകൾ തുടങ്ങിയ ആധുനിക യുദ്ധഭീഷണികളെ നേരിടാൻ മൈക്കൽ ആഞ്ചലോ എന്ന പേരിൽ AI അധിഷ്ഠിത പ്രതിരോധ കവചം അവതരിപ്പിച്ച രാജ്യം ഇറ്റലിയാണ്. ഡ്രോണുകൾ, ഹൈപ്പർസോണിക് മിസൈലുകൾ തുടങ്ങിയ ആധുനിക യുദ്ധഭീഷണികളെ നേരിടാൻ മൈക്കൽ ആഞ്ചലോ എന്ന പേരിൽ AI അധിഷ്ഠിത പ്രതിരോധ കവചം അവതരിപ്പിച്ച രാജ്യം എന്ന് പറയുന്നത് ഇറ്റലിയാണ്. ഇന്ത്യയുടെ പ്രതിരോധ മേഖലക്കായി AI ആസ് എ സർവീസ് എന്ന പേരിൽ ആദ്യമായി തദ്ദേശീയ AI സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്ത സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ന്യൂറാലിക്സ് AI എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാൻഡിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് എവിടെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്? വിശാഖപട്ടണം അല്ലേ. ഞാൻ സ്ക്രീനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡലാക്കിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഇത് വായിക്കാൻ ഞാൻ ഇങ്ങനെ ചെയ്യാറില്ല കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കണ്ണിന് അധികം സ്ട്രെയിൻ വരില്ല. നമുക്ക് ബുക്കിൽ വായിക്കുന്ന അതേ ഫീലിങ്ങേ കിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ ചെയ്തതാണ്, കളറിൽ ആക്കിയതാണ്. അല്ലെങ്കിൽ ഞാൻ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡിലാണ് ചെയ്യാറുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ലോക മണ്ണ് ദിനം എന്ന് പറയുന്നത് ഡിസംബർ 5 അല്ലേ. 2025 തീം ഹെൽത്തി സോയിൽസ് ഫോർ ഹെൽത്തി സിറ്റീസ്. പ്രഥമ ഫിഫ സമാധാന പുരസ്കാരം ലഭിച്ചത് ഡൊണാൾഡ് ട്രംപ്. ഓക്കെ, നിലവിലെ ഫിഫ പ്രസിഡന്റ് ആരാ? ജിയാനി ഇൻഫാന്റിനോ ആണ് നിലവിലെ ഫിഫ പ്രസിഡന്റ്. ജിയാനി ഇൻഫാന്റിനോ. 23ാമത് ഇന്ത്യ റഷ്യ ഉച്ചകോടിയുടെ വേദി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, പക്ഷേ 23ാമതാണ് കേട്ടോ ഇന്ത്യ. 16 കരാറുകളിൽ ഒപ്പിടുകയും അതുപോലെ ഇന്ത്യ റഷ്യ സാമ്പത്തിക സഹകരണം ഏതുവരെ തുടരുന്ന പറയുന്നത് 2030 വരെ. എത്ര കരാറിൽ ഒപ്പിട്ടു? 16 കരാറിൽ. ഓക്കെ, 23ാമത് റഷ്യ ഉച്ചകോടി വേദി. 2026 നടക്കുന്ന ഏഷ്യൻ ഗെയിംസിന് വേദി എന്ന് പറയുന്നത് ജപ്പാനാണ്. 2026 നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി എന്ന് പറയുന്നത് ജപ്പാനാണ്. രാജസ്ഥാനിൽ നടന്ന ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൽ വനിതാ ബാസ്കറ്റ് ബോളിൽ ജേതാക്കളായത് നമ്മൾ നേരത്തെ പറഞ്ഞത് പുരുഷ ഫുട്ബോൾ അല്ലേ. രാജസ്ഥാനിൽ നടന്ന ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൽ വനിതാ ബാസ്കറ്റ് ബോളിൽ ജേതാക്കളായത് MG സർവകലാശാലയാണ്. ഓക്കെ, രാജ്യത്തെ വിവിധ മേഖലയിലെ ഭാഷാപരമായ അന്തരം ഒഴിവാക്കാനായി ഏത് സംസ്ഥാനത്തെ വൊക്കേഷണൽ പാഠ്യപദ്ധതിയിലാണ് മലയാളം ഉൾപ്പെടുത്തിയത്? ഉത്തർപ്രദേശ്. ഫോബ്സ് റിപ്പോർട്ട് പ്രകാരം 2025 ഡിസംബറിൽ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരിയായത് ലുവാന ലോപ്പസ് ലാറ. ഫോബ്സിൻ്റെ റിപ്പോർട്ട് പ്രകാരം 2025 ഡിസംബറിൽ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരി ആരാണ്? ലുവാന ലോപ്പസ് ലാറ. ഇതര ജാതികളിൽ നിന്ന് വിവാഹം കഴിക്കുന്നവരെ ഉൾപ്പെടെ സാമൂഹിക ബഹിഷ്കരണത്തിന് ഇരയാകുന്നത് തടയാൻ പ്രത്യേക നിയമനിർമ്മാണം നടത്തുന്ന സംസ്ഥാനം കർണാടക. സാമൂഹിക പരിഷ്കരണം നടത്തിയാൽ 3 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും. 2025 ഡിസംബറിൽ ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ
മൊസാദിൻ്റെ ഡയറക്ടറായി നിയമിതനായത് മേജർ ജനറൽ റോമൻ ഗോഫ്മാൻ. 2025 ഡിസംബറിൽ ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ടുള്ള മൊസാദിൻ്റെ ഡയറക്ടറായിട്ട് നിയമിതനായത് മേജർ ജനറൽ റോമൻ ഗോഫ്മാൻ. അടുത്തിടെ പഞ്ചാബ് ഏത് മത്സ്യത്തെയാണ് സംസ്ഥാന മത്സ്യമായി പ്രഖ്യാപിച്ചത്? രോഹു. ഓക്കെ, ലാബിയോ രോഹിത്ത. അടുത്തിടെ പഞ്ചാബാണ് കേട്ടോ ഏതിനെ സംസ്ഥാന മത്സ്യമായിട്ട് പ്രഖ്യാപിച്ചത്? രോഹുവിനെ. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ഡയറക്ടർ ജനറലായി അധിക ചുമതലയേറ്റ വ്യക്തിയാണ് പ്രവീൺ കുമാർ എന്ന് പറയുന്നത്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ഡയറക്ടർ ജനറലായിട്ട് അധിക ചുമതലയേറ്റ വ്യക്തി പ്രവീൺ കുമാർ. നിലവിൽ ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസ് മേധാവിയാണ് പ്രവീൺ കുമാർ. ദൽജിത് സിംഗ് ചൗധരി വിരമിച്ചതിനാലാണ് പ്രവീൺ കുമാർ BSFൻ്റെ അധിക ചുമതല ഏറ്റെടുത്തത്. ഓക്കെ, BSFൻ്റെ അപ്പോൾ ഡയറക്ടർ ജനറലായിട്ട് അധിക ചുമതല ഏറ്റെടുത്തത് പ്രവീൺ കുമാർ. നിലവിൽ എന്താണ്? ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസ് ITBPയുടെ മേധാവിയാണ്. 2025 ക്രോസ്വേഡ് പരിഭാഷാ വിഭാഗത്തിൽ പുരസ്കാരം നേടിയ ദി ഡേ ദി എർത്ത് ബ്ലൂംഡ് ഏത് മലയാളം നോവലിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ്? ഏത്? നിലം പൂത്തുമലർന്ന നാള്. 2025 ക്രോസ് വേർഡ് പരിഭാഷാ വിഭാഗത്തിൽ പുരസ്കാരം നേടി. രചന ആരാന്നറിയോ? മനോജ് കോരൂറാണ്. പരിഭാഷ ജയദേവിക പരിഭാഷ. രചന മനോജ് കുമാർ. ഓക്കെ. ഡിസംബർ 6 പ്രത്യേകത എന്താണ്? മഹാപരിനിർവാണ ദിവസ് അല്ലേ? ഡോക്ടർ BR അംബേദ്കറുടെ 69ാം ചരമദിനമാണ്. 2025 $8,270 കോടി വാർണർ ബ്രദേഴ്സ് ഡിസ്കവറിയെ ഏറ്റെടുത്ത പ്രമുഖ സ്ട്രീമിംഗ് കമ്പനി ഏതാണ്? നെറ്റ്ഫ്ലിക്സ് ആണ്. 2025 $8,270 കോടി വാർണർ ബ്രദേഴ്സ് ഡിസ്കവറിയെ ഏറ്റെടുത്ത പ്രമുഖ സ്ട്രീമിംഗ് കമ്പനിയാണ് നെറ്റ്ഫ്ലിക്സ്. 2026 ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ ടീമിൻ്റെ ചെഫ് ഡി മിഷനായി നിയമിതനായത് സഹദേവ് യാദവാണ്. എന്തായിട്ടുള്ളത്? ഇന്ത്യൻ ടീമിൻ്റെ ചെഫ് ഡി മിഷനായിട്ട് നിയമിതനായത് സഹദേവ് യാദവ്. ഡെപ്യൂട്ടി ചെഫ് ഡി മിഷൻ അചന്ത ശരത് കമാൽ ഡെപ്യൂട്ടി. എന്താണ്? ഇന്ത്യൻ ടീമിൻ്റെ ചെഫ് ഡി മിഷനായി നിയമിതനായത് സഹദേവ് യാദവ് കേട്ടോ. ഓക്കെ. രാജ്യത്തിലെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ എക്സ്പ്രസ് റൂട്ട് ഡൽഹി പാറ്റ്ന അല്ലേ? ഡൽഹി മുതൽ പാറ്റ്ന വരെയാണ് രാജ്യത്തിലെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ എക്സ്പ്രസ് റൂട്ട് എന്ന് പറയുന്നത്. ഡൽഹി പാറ്റ്ന. 30ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ മത്സര വിഭാഗത്തിൻ്റെ ജൂറി അധ്യക്ഷൻ എത്രാമത്തെയാണ്? കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേള കഴിഞ്ഞത് 30ാമത്തെ കേട്ടോ. മുഹമ്മദ് റസൂലോഫാണ് എന്തെന്ന് പറയുന്നത്? അതിൻ്റെ ജൂറി അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇറാനിയൻ സംവിധായകനാണ് മുഹമ്മദ് റസൂലോഫ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത്, രാജ്യത്ത് ഒരു കർഷകൻ്റെ സ്വന്തം ഇനമായി രജിസ്റ്റർ ചെയ്യുന്ന ആദ്യ കിഴങ്ങ് വർഗമേതാ? മഞ്ഞ. ഇതുവരെ നിർമ്മിച്ചതിൽ ഏറ്റവും മികച്ച റീസണിംഗ് സിസ്റ്റം എന്ന് വിശേഷിപ്പിച്ച് ഗൂഗിൾ പുറത്തിറക്കിയ ഏറ്റവും പുതിയ റീസണിംഗ് മോഡലാണ് ജെമിനി 3 ഡീപ്പ് തിങ്ക്. ഇതുവരെ നിർമ്മിച്ചതിൽ ഏറ്റവും മികച്ച റീസണിംഗ് സിസ്റ്റം എന്ന് വിശേഷിപ്പിച്ച് ഗൂഗിൾ പുറത്തിറക്കിയ ഏറ്റവും പുതിയ റീസണിംഗ് മോഡലാണ് ജെമിനി 3 ഡീപ്പ് തിങ്ക് കേട്ടോ. ഫിഡെ ചെസ് റേറ്റിംഗ് ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് താരം സർവജ്യ സിംഗ് കുശ്വാഹ അല്ലേ? സർവജ്യ സിംഗ് കുശ്വാഹയാണ് ഫിഡെ ചെസ് റേറ്റിംഗ് ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് താരം. സർവജ്യ സിംഗ് കുശ്വാഹ. സർവജ്യ 2025 ഡിസംബറിൽ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച റഷ്യൻ സർക്കാരിൻ്റെ ഔദ്യോഗിക TV ചാനൽ ഏതാണ്? റഷ്യ ടുഡേ. അതുപോലെ അടുത്തിടെ ഇൻ്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസിൽ അതായത് IBCAയിൽ അംഗമാകാൻ തീരുമാനിച്ച രാജ്യം റഷ്യ. 2026 നടക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ മെക്സിക്കോയുടെ എതിരാളികളാണ് ആരെന്ന് പറയുന്നത്? ദക്ഷിണാഫ്രിക്ക. ഒഡീഷയിലെ ഭുവനേശ്വറിൽ നടക്കുന്ന 19ാമത് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കോൺക്ലേവിൽ ഗവേണൻസ് ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ച കേരള പദ്ധതിയാണ് എവിടെ നടക്കുന്നത്? ഒഡീഷയിലെ ഭുവനേശ്വറിൽ. എത്രാമത്തെ? 19ാമത് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കോൺക്ലേവിൽ അവാർഡ് ലഭിച്ച കേരള പദ്ധതി DG കേരളം. എഡ്യൂക്കേഷൻ ടെക്നോളജി ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് കൈറ്റിന്. എഡ്യൂക്കേഷൻ ടെക്നോളജി ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? കൈറ്റിനാണ്. എഡ്യൂക്കേഷൻ ടെക്നോളജി ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് കൈറ്റിനാണ്.
ഇനി ഡിസംബർ 7 അല്ലേ, രാജ്യാന്തര പൊതുവ്യോമയാന ദിനം. ഡിസംബർ 7 ഇതുകൂടെ ഉള്ളൂ കേട്ടോ നമുക്ക് ഇന്ന് നോക്കാനുള്ളത്. ഏകദേശം നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യം നമുക്കിന്ന് നോക്കിയാൽ മതി. ഈ ഒരു വീക്കിലുള്ളത് മുഴുവനായിട്ടുണ്ട്. രാജ്യാന്തര പൊതുവ്യോമയാന ദിനമാണ് ഡിസംബർ 7, രാജ്യാന്തര പൊതുവ്യോമയാന ദിനം. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ലഭിച്ചത് അബേദുർ റഹ്മാൻ സിസാക്കോക്ക് അല്ലേ. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് അബേദുർ റഹ്മാൻ സിസാക്കോ. മൗറീഷ്യൻ സംവിധായകനും തിരക്കഥാകൃത്തും ആണ് ഇദ്ദേഹം. ആര്? അബേദുർ റഹ്മാൻ സിസാക്കോ. മൗറീഷ്യൻ സംവിധായകനാണ്, തിരക്കഥാകൃത്തുമാണ്. ഫോർമുല 1 കാറോട്ട മത്സരത്തിലെ 35ാം ചാമ്പ്യൻ ലാൻഡോ നോറിസ്. മക്ലാരൻ താരമായിട്ടുള്ള ലാൻഡോ നോറിസ് ആണ് ഫോർമുല 1 കാറോട്ട മത്സരത്തിലെ 35ാം ചാമ്പ്യൻ എന്ന് പറയുന്നത്. ലാൻഡോ നോറിസ്. ഫോർമുല 1 കാറോട്ട മത്സരത്തിലെ 35ാം ചാമ്പ്യൻ ലാൻഡോ നോറിസ്. മക്ലാരൻ താരമായിട്ടുള്ള ലാൻഡോ നോറിസ് ആണ് ഫോർമുല 1 കാറോട്ട മത്സരത്തിലെ 35ാം ചാമ്പ്യൻ എന്ന് പറയുന്നത്. ഫോർമുല 1 കാറോട്ട മത്സരം. 2025 സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത്. നിങ്ങൾക്ക് കേട്ടോ അങ്ങനെ ചില സമയത്ത് നമ്മൾ എന്താ വളരെ സിമ്പിളായിട്ടുള്ള കാര്യം ഇങ്ങനെ വീണ്ടും വീണ്ടും എത്ര നമ്മൾ ഇതാക്കിയാലും എന്താണ് നമുക്ക് തലയ്ക്ക് അങ്ങോട്ട് കയറൂല അല്ലേ? അങ്ങനെ തോന്നാറുണ്ടോ? സിമ്പിളായിട്ടുള്ള കാര്യമായിരിക്കും, പക്ഷെ അതിങ്ങനെ 2-3 തവണ റിപ്പീറ്റ് ചെയ്താലും എങ്ങനെയായാലും തലയിൽ അങ്ങോട്ട് കയറില്ല. പിന്നെ ഇത് അപ്പോൾ ഈ കറണ്ട് അഫയേഴ്സൊക്കെ പഠിക്കുമ്പോൾ പ്രത്യേകിച്ചില്ലേ, വെറുതെ നമ്മൾ പഠിച്ച കാര്യമാണ്, പക്ഷെ അതിങ്ങനെ നോക്കി വായിച്ചിട്ട് പോലും ചിലപ്പോൾ നമുക്ക് കിട്ടാത്തൊരവസ്ഥ. ഓക്കെ, അങ്ങനെ ഒന്നാണ് ഇപ്പോൾ ഞാനിപ്പോൾ വായിച്ചില്ലേ, 35ാം ചാമ്പ്യൻ എന്ന് പറഞ്ഞിട്ട് ഫോർമുല 1 കാറോട്ട മത്സരത്തിൽ ലാൻഡോ നോറിസ് കേട്ടോ. 2025 സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് FC ഗോവയാണ്. 2025 സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് FC ഗോവ. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ IFFKയുടെ ഉദ്ഘാടന ചിത്രം ഏതായിരുന്നു? പാലസ്തീൻ 36 സംവിധാനം ആൻമേരി ജാസിറാണ്. ആൻമേരി ജാസിർ കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ജെൻസി പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് CMS കോളേജ് കോട്ടയം. പൊതുസേവനം ലഭ്യമാക്കുന്നതിന് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയതിന് കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി തിരഞ്ഞെടുത്ത കേരളത്തിൻ്റെ പദ്ധതിയാണ് കെ സ്മാർട്ട് ഡിജി കേരളം പാലിയേറ്റീവ് കെയർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്താണ്? പൊതുസേവനം ലഭ്യമാക്കുന്നതിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയതിന് കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി തിരഞ്ഞെടുത്ത കേരളത്തിൻ്റെ പദ്ധതികളാണ് കെ സ്മാർട്ട് ഡിജി കേരളം പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത്. അനധികൃതമായി പറക്കുന്ന ഡ്രോണുകളെ വീഴ്ത്താൻ കേരള പോലീസിലെ ഡ്രോൺ ഫോറൻസിക് വിഭാഗം വികസിപ്പിച്ച സംവിധാനമാണ് ഈഗിൾ ഐ എന്ന് പറയുന്നത്. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ ആരംഭിച്ച സാംസ്കാരിക പ്രചരണ പരിപാടി ഏതാ? സർദാർ അറ്റ് 150 ഏകതാ യാത്ര. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ 150ാമത് ജന്മവാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ ആരംഭിച്ച സാംസ്കാരിക പ്രചരണ പരിപാടി സർദാർ അറ്റ് 150 ഏകതാ യാത്രയാണ് കേട്ടോ. 2025 ഇപ്പോൾ നമുക്ക് നേരത്തെ കറണ്ട് അഫയേഴ്സിൽ ക്വസ്റ്റ്യൻ വന്നപ്പോൾ സർദാർ അറ്റ് 150 എന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഏകതാ യാത്ര അവിടെയൊക്കെ ഇങ്ങനെ മാറ്റം കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കൂല. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക. പട്ടേലിൻ്റെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് അങ്ങനെയും ചോദിക്കാം 150 എത്രാമത്തെ എന്നുള്ളതൊക്കെ കേട്ടോ. കേന്ദ്ര സർക്കാർ ആരംഭിച്ച സാംസ്കാരിക പ്രചരണ പരിപാടിയാണ് സർദാർ അറ്റ് 150 യാത്ര എന്ന് മാത്രമല്ല ഏകതാ യാത്ര എന്നുള്ളതും കൂടെ എന്ത് ചെയ്യുക, ഓർത്ത് വച്ചേക്കുക. 2025 ദുരന്ത നിവാരണ ലോക ഉച്ചകോടിക്ക് വേദി. ഞാൻ ഇതും എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോടൊന്ന് നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഡെറാഡൂൺ ദുരന്ത നിവാരണം. ഓക്കെ, അത് നമുക്കുള്ള എന്താണ് ഒരു ടോപ്പിക്കാണ് പഠിക്കാനുള്ള. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ് കറണ്ട് അഫെയറിൽ. ഏത്? ഈ 2025 ദുരന്ത നിവാരണ ലോക ഉച്ചകോടിക്ക് വേദി ഡെറാഡൂൺ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ? സക്സസ്ഫുള്ളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ കറണ്ട് അഫെയർസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഇത് ഇനി ഒന്ന് എക്സാം എഴുതി നോക്കുക, ഫുള്ള് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം,
ഇതുപോലെയുള്ള മറ്റ് സെഷനുകളായിട്ട് വീണ്ടും വരാം. അപ്പോൾ ശരി, താങ്ക് യു.